ഹൈറിച്ച് തട്ടിപ്പ് കേസ് സിബിഐക്ക്. ഹൈറിച്ച് തട്ടിപ്പ് കേസ് സിബിഐക്ക് വിട്ടതായി സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. തൃശൂർ ചേർപ്പ് പോലീസായിരുന്നു നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കേസ് സിബിഐക്ക് വിട്ടതിന്റെ ഭാഗമായി ഇതുവരെയുള്ള അന്വേഷണ രേഖകൾ നേരിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിലെത്തിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും അടിയന്തരമായി ഡൽഹിയിലെത്തിക്കാനാണ് നിർദ്ദേശം. ഹൈറിച്ച് തട്ടിപ്പിൽ ഇഡി അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഹൈറിച്ച് എം ഡി കെ.ഡി. പ്രതാപൻ, ഭാര്യ സീന പ്രതാപൻ എന്നിവരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത്. മണി ചെയിൻ മാർക്കറ്റിംഗിലൂടെ 1.63 ലക്ഷം നിക്ഷേപകരിൽ നിന്ന് പ്രതികൾ 1630 കോടി തട്ടിയെടുത്തെന്നാണ് തൃശൂർ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ പറയുന്നത്. അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും നിക്ഷേപകരുണ്ട്. അന്തർദേശീയ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന പോലീസ് അന്വേഷണത്തിനിടയിലാണ് കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയത്. വിമാനത്താവളത്തിന് നേരെ ബോംബ് ഭീഷണി, 2 യാത്രക്കാർ പിടിയിൽ. വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ 2 യാത്രക്കാർ അറസ്റ്റിൽ. പരിശോധനയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ന്യൂക്ലിയർ ബോംബ് കയ്യിലുണ്ടെന്ന് ഭീഷണി മുഴക്കിയ ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശികളായ ജിഗ്നേഷ് മലാനി, കശ്യപ് കുമാർ ലലാനി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. വിമാനത്താവളത്തിലെ പരിശോധനയ്ക്കിടെ ഇവർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും മോശമായി പെരുമാറുകയുമായിരുന്നു. കൂടാതെ പരിശോധനയ്ക്കിടെ തങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ടെന്ന് പ്രതികൾ പറയുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിനുള്ളിൽ പൊള്ളലേറ്റ് കണ്ടെത്തിയ മകളും മരിച്ചു. വല്ലപ്പുഴയിൽ അമ്മയെയും മകളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മയ്ക്ക് പിന്നാലെ മകളും മരിച്ചു. വല്ലപ്പുഴ ചെറുകാട് മുണ്ടക്കപ്പറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീന, മക്കളായ നിഖ, നിവേദ എന്നിവരെയാണ് വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ബീന നേരത്തെ മരിച്ചിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് 12-കാരിയായ മകൾ നിഖ മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ വീടിനുള്ളിലാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തിയ നിലയിലായിരുന്നു. കുടുംബ പ്രശ്നമാണ് സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 6 വയസ്സുകാരി നിവേദ ചികിത്സയിൽ കഴിയുകയാണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയം, പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത 3 പേർ പിടിയിൽ. കിളിമാനൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. 17 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. വർക്കല വെൺകുളം സ്വദേശികളായ ഹുസൈൻ, കമാൽ, രാഖിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വർക്കല സ്വദേശിയായ ഹുസൈൻ ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് ഹുസൈനും സുഹൃത്തുക്കളും ചേർന്ന് രാത്രി വീട്ടിലെത്തി പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയെ ഇവർ ഉപദ്രവിച്ചു. സാരമായി പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തതായി കിളിമാനൂർ പോലീസ് പറഞ്ഞു. ചെമ്മീൻ കഴിച്ചു, പിന്നാലെ ദേഹാസ്വാസ്ഥ്യം, ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. തൊടുപുഴയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയായ നിഖിത എന്നാണ് മരിച്ചത്. ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ശനിയാഴ്ചയാണ് നിഖിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതേസമയം ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ ആന്തരിക അവയവങ്ങൾ തകരാറിലായതിന് പിന്നാലെ ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.